വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, സയ്യിദ് അവറുകളുടെ കോട്ട് തന്നെ ധരിപ്പിച്ചു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുന്ന് ധരിച്ച കുപ്പായം ചോദിച്ചു വാങ്ങിയ സ്വഹാബിയുടെ സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ഹബീബായ തങ്ങളത് ധരിച്ച് ആ സ്വഹാബിക്ക് കൊടുക്കുമ്പോൾ ആ സ്വഹാബി കരഞ്ഞിട്ട് പറഞ്ഞു, നബിയേ, ഇതെനിക്ക് ചെത്തി നടക്കാനല്ല, ഇതെന്റെ കഫം പുടവയായി ഈ കുപ്പായത്തിൽ ഞാൻ നാളെ ഖബറിൽ കിടക്കുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയാണ് എന്ന് പറഞ്ഞ് സയ്യിദ് അവറുകളിൽ നിന്ന്, ഹബീബായ തങ്ങളിൽ നിന്ന് കുപ്പായം വാങ്ങിവെച്ച സ്വഹാബിയെയാണ് ഓർമ്മ വരുന്നത്. സയ്യിദ് അവറുകൾ തന്നെ ധരിച്ച കോട്ട് വന്യരായ ഷാഫി ഉസ്താദിന് നൽകപ്പെടുമ്പോൾ, അല്ലാഹുവേ, അവരുടെയും ഞങ്ങളുടെയും ഒക്കെ ആഖിറം നീ വിജയത്തിലാക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഇവിടെ കൂടിയ സയ്യിദന്മാർക്കെല്ലാം റബ്ബേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, വലിയ ബറകാത്ത് ചൊരിയണേ അല്ലാ. ഈ തണല് ഞങ്ങൾക്ക് ഒരുപാട് കാലം നീട്ടിത്തരണേ അല്ലാ, ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രതീക്ഷിച്ചതല്ല. വന്യരായ സയ്യിദവറുകൾ ധരിച്ച അവിടുത്തെ കോട്ടെടുത്ത് തരുമ്പോൾ സന്തോഷം. ഇനി 10 കോടി രൂപ ഒരാൾ തന്നാൽ എന്നെ സംബന്ധിച്ച് അതൊരു സന്തോഷമല്ല. പൈസ എല്ലാവർക്കും അറിയാം, ആർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന സാധനമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആധികാരികമായി തന്നെ ഒരു സയ്യിദന്മാരെ ഇരുത്തിയിട്ട് തങ്ങൾ അവസാനം വരെ ഇരിക്കുമെന്ന് ഞാനിവിടെ പറഞ്ഞത് തന്നെ എനിക്ക് തങ്ങളിലുള്ള വിശ്വാസമാണ്. ഞാൻ ഇന്നുവരെ തങ്ങളോട് പറഞ്ഞൊന്നും തങ്ങൾ തട്ടിയിട്ടില്ല. ഈ ഇരിക്കുന്ന തങ്ങന്മാരൊന്നും തട്ടിയിട്ടില്ല. ഒരാളെയും പറഞ്ഞാൽ ചിലപ്പം വാക്കുകൾ കിട്ടില്ല, ഞാൻ നീട്ടുന്നില്ല. ഇതിൻ്റെ സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അള്ളാഹു ഒന്നരായ സയ്യിദ് അലി ബാഫഖി തങ്ങൾ അവിടത്തേക്കും ജീവിച്ചിരിക്കുന്ന എല്ലാ കുടുംബത്തിലെ അഹ്ലു ബൈത്തിനും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. വന്യരായ തങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ ഉൾപ്പെടെ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബർ അല്ലാഹു സ്വർഗ്ഗ കൊട്ടാരമാക്കി കൊടുക്കുമാറാവട്ടെ. അവരൊക്കെ ഖബറിലേക്ക് ഇതിൻ്റെ സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ.